കഴിഞ്ഞ സർക്കാരായാലും എന്തായാലും എങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. സ്ത്രീകളായതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ കൊടുക്കണമെന്ന് സ്ത്രീയായിട്ടുള്ള എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. 15-ാം തീയതി തൊട്ട് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതായത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര എന്നാണ് പിന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതി ആയോ അത്? നമ്മളിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇത് തുടങ്ങണേ. അപ്പോൾ ആ തുടക്കം ആദ്യം ഓർഡിനറിയിൽ നോക്കിയിട്ട് പിന്നെ അടുത്തേക്ക് സർക്കാർ മാറ്റും എന്നാണ് അഭിപ്രായം. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഒരു പറ്റിച്ചിട്ട് വോട്ട് നേടുന്ന ഒരു രീതി ആയില്ലേ? നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കണ്ട, നമുക്കറിയാലോ. ഏത് കഴിഞ്ഞ സർക്കാരായാലും എന്തായാലും എങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം അതൊരു രാഷ്ട്രീയമായിട്ട് കാണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ പ്രതിസന്ധിയിലാവുന്ന വേറൊരു വിഭാഗപ്പെട്ട ആളുകളുണ്ട്, പ്രൈവറ്റ് ബസ്സുകാർ. അവരുടെ വരുമാനത്തിന്റെ ഒരു 90% കുറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ സൗജന്യം ആക്കരുത്, അത് പിൻവലിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതേ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും സൗജന്യം വേണ്ട, എല്ലാ സ്ത്രീകൾക്കും സൗജന്യം വേണ്ട. ചിലർക്ക് നല്ല ശമ്പളമുള്ള ജോലിക്കാരുണ്ടാവും സ്ത്രീകളിലും, അതിൽ ചെറിയ ജോലിക്കാരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഫ്രീ ആയിട്ട് കൊടുത്താൽ ശമ്പളം കൂടുതലുള്ളവർക്ക് അവർക്ക് എന്നും പൈസ കൊടുത്ത് പോകാൻ പറ്റുമല്ലോ. അതിനൊരു മാനദണ്ഡം വെക്കണം. പറയാം, ഇത്ര ശമ്പളം അല്ലെങ്കിൽ ഇത്ര കുറച്ച് പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുക. സ്ത്രീകളായതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ കൊടുക്കണമെന്ന് സ്ത്രീയായിട്ടുള്ള എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതിന് കുറച്ചൊരു ശമ്പളം അതിൻ്റെ മാനദണ്ഡം അങ്ങനെ വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.